ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴത്തോരു മുൻപേ സീരിയലിലെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ പോകുന്നതിന് മുൻപ് അലീന യാത്ര പറയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും അടുത്തേക്ക് പോകുന്നുണ്ട്. ആദ്യം തന്നെ വൈജയന്തിയോടാണ് യാത്ര പറയുന്നത് കേട്ടോ. എന്തായാലും വൈജയന്തിക്ക് ഒരു ചെറിയൊരു ഷോക്കൊക്കെ കൊടുത്തിട്ടാണ് അലീന അവിടുന്ന് പോകുന്നത്. അലീനയുടെ അടുത്ത് വൈജ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്, നന്നായിട്ട് ശപിക്കുന്നുണ്ട്. നീ എവിടെ പോയാലും ഗുണം പിടിക്കില്ല, നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, അത്രമാത്രം നീ എനിക്ക് ദ്രോഹം ചെയ്തിട്ടുള്ളവളാന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. എന്തായാലും ഈ ഒരു പൊട്ടിത്തെറിക്കിടയിലും അലീന ഒരു ഷോക്ക് പോലെ ഒരു സംഭവം പറയുന്നുണ്ട്. 22 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയുടെ ഒരു ചെറിയൊരു സൂചന കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം 22 വർഷം ബാലചന്ദ്രന്റെ കൂടെ ജീവിച്ച ആൾക്ക് ഇനി എങ്ങനെ ജീവിക്കണം എന്നറിയാം, അത് നീ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ 22 വർഷത്തിന് ശേഷമുള്ള കഥയല്ലേ അമ്മയ്ക്കുള്ളൂ. അതിന് മുൻപ് ഒരു അമ്മയ്ക്കൊരു ജീവിതം ഉണ്ടായിരുന്നില്ലേ ആഗ്രയിൽ വെച്ച്, അതും അമ്മ മറക്കണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ പിന്നെ വൈജു ഒന്നും പറയുന്നില്ല, ഭയങ്കര ഷോക്കിലാണ്. ഇതെങ്ങനെ ഇവളെ അറിഞ്ഞു, ഇവളെങ്ങാനും ബാലചന്ദ്രന്റെ അടുത്ത് ഇത് പറഞ്ഞോ, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയായിരിക്കാം വൈജയ്ക്ക് വന്നിട്ടുണ്ടായിരിക്കുന്നത്. എന്തായാലും അച്ഛൻ്റെ അടുത്ത് അധികം മെക്കിട്ട് കയറാൻ പോകരുത്, അച്ഛൻ്റെ വാക്കിന് വലിയ വില കൊടുക്കണം അമ്മ, അവരുടെ കൂടെ നന്നായിട്ട് അമ്മ ജീവിക്കണം, വെറുതെ തലയിൽ കയറണ്ട, അങ്ങനെ കയറിക്കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിക്കും, പിന്നെ കുടുംബം ഇല്ലാതായി പോകും എന്നൊക്കെ പറഞ്ഞ് ഉപദേശവും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനൊന്നും തിരിച്ച് മറുപടി വൈജയ്ക്ക് ഇനി ഒന്നും പറയാനുണ്ടാവില്ല. കാരണം അത്രമാത്രമുള്ള ഒരു ഷോക്ക് എന്തായാലും അലീന കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്, എനിക്ക് എന്നും മേഡം എൻ്റെ അമ്മയാണ്, അമ്മയെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ, അയാൾ എൻ്റെ അച്ഛനുമാണ്, അത്രേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വൈജ അവിടുന്ന് പോകുന്നത്. തിരിച്ച് സൗദാമിനി അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് യാത്ര പറയാൻ വേണ്ടിയിട്ട്. സൗദാമിനി അമ്മയ്ക്ക് കണ്ടപ്പോഴേ സങ്കടമായി അലീനയെ കണ്ടപ്പോൾ. എന്തായാലും കുറച്ച് കരയുന്നൊക്കെ ഉണ്ട്, കണ്ട സന്തോഷത്തിലും കരയുന്നുണ്ട്, പിന്നെ പോകുന്ന സങ്കടത്തിലും കരയുന്നുണ്ട് കേട്ടോ. സൗദാമിനി അമ്മയെ കണ്ട ഉടനെ മുത്തശ്ശി മുത്തശ്ശി മരുന്നൊക്കെ കുടിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ, നീ ഇവിടെ ഉള്ളപ്പോൾ നേരത്തിനും കാലത്തിനും എടുത്തു തരുന്നത് പോലെ ആരാടി എടുത്തു തരിക, അതിനൊക്കെ ഒരു സ്നേഹം കൂടി വേണ്ടെന്ന് പറയുമ്പോൾ, അപ്പം മുത്തശ്ശിയുടെ അടുത്ത് ആർക്കും സ്നേഹമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ സ്നേഹിച്ച് സ്നേഹിച്ച് ഒരു ഉപകാരം ഇല്ലാത്ത ഒരാളെ വെറുതെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ എല്ലാവർക്കും മടിക്കില്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. അലീന പോകുന്നതിലുള്ള വിഷമമൊക്കെ പറയുന്നുണ്ട്. പിന്നെ നീ വൈജാന്റിയോട് പറഞ്ഞോ, യാത്ര പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ മേഡത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ നീ സുഖമായിട്ട് പോയി വാ എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഇവള് പറയുന്നത്. വെറുതെ കള്ളത്തരം പറയാണ്, ഇനി മുത്തശ്ശിക്ക് ഒരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല, നിന്നെ ശപിച്ച് കാണും, നീ മുടിഞ്ഞു പോകത്തുള്ളൂ എന്ന് പറഞ്ഞു കാണുന്നേ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. കാരണം മുത്തശ്ശി അത് മനസ്സിൽ കണ്ടതാണ്, എന്തായാലും വൈജ അങ്ങനെ പറയുള്ളൂ എന്നുള്ളത്. അപ്പം അന്നേരം പിന്നെ അലീന പറയുന്നുണ്ട്, എന്നോടുള്ള പക മാത്രം പോയിട്ടില്ല, ഇപ്പോഴും അതുപോലെ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്കൊരു കുഴപ്പമില്ല, എന്തായാലും എനിക്ക് എല്ലാവരെയും ഒന്ന് അവസാനമായിട്ട് കണ്ട് യാത്ര പറയണമെന്ന് തോന്നിയിരുന്നു, ഞാൻ എന്തായാലും ഇനിയും വരൂ, മുത്തശ്ശി സങ്കടപ്പെടേണ്ട, ഇതുപോലെ ഈ കട്ടിലയിലിരുന്ന് നമുക്ക് ഇനിയും സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഞാൻ ഭാഗ്യമുള്ളവളാ, എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ഥലത്തേക്ക് പണിക്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഇതിനു മുൻപ് ഞാൻ എവിടെയും അങ്ങനെ പണിക്കൊന്നും പോയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരുടെയും മുന്നിലൊരു സ്ഥാനമുണ്ട്. പിന്നെ വൈജാന്റിക്ക്, അതായത് മേഡത്തിന് മാത്രമേ ഇങ്ങനെ ഒരു സ്നേഹക്കുറവുള്ളൂ, എന്നോട് ദേഷ്യമുള്ളൂ, ബാക്കി എല്ലാവരും എന്നെ നല്ലൊരു സ്ഥാനത്തിൽ തന്നെയല്ലേ കാണുന്നത്. പിന്നെ എനിക്ക് ആ ഒരു വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഒരു സ്ഥാനം കിട്ടി, അതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, അതുകൊണ്ട് ശരിക്കും ഞാൻ ഭാഗ്യമുള്ളവളാണല്ലേ മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി കൈ പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ അലീനയുടെ. അപ്പൊ എന്തിനാ കരയുന്നത്, ഞാൻ കരയാനല്ലല്ലോ പറഞ്ഞത്, എനിക്കെല്ലാം കിട്ടിയെന്നല്ലേ ഞാൻ പറഞ്ഞത്, ഒന്നും കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് മുത്തശ്ശിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അവിടുന്ന് അലീന ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അങ്കിളിനോടൊക്കെ യാത്ര പറയുന്നുണ്ട്. അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്, ഏത് വീട്ടിലേക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, എന്തായാലും അച്ഛൻ എന്നെ നല്ലൊരു സ്ഥലത്ത് എത്തിക്കുള്ളൂ, എൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ അച്ഛൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊക്കെ എന്നോട് എന്തെങ്കിലും ദേഷ്യം വൈരാഗ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ത് വൈരാഗ്യം, നിന്നോട് അറിയാതെ ഞങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും, നീ ആരാണെന്ന് അറിയാതെയാണ്, അതൊന്നും നീ മനസ്സിൽ വെക്കരുതെന്ന് പറയുമ്പോൾ, എൻ്റെ മനസ്സിലൊന്നുമില്ല, എനിക്ക് എന്നും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീന അവിടുന്ന് ഇറങ്ങുന്നത്. എന്തായാലും മനുവിനോട് കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ കാറൊക്കെ എടുത്ത് മനു കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരുപാട് സംസാരിച്ചുകൊണ്ടാണ് അലീനയും മനുവും കൂടി പോകുന്നത്. എന്തായാലും വൈജാന്റി എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, ദേഷ്യത്തിൽ തന്നെയാണ്, എന്നോട് നല്ല പകയുണ്ട്, പക്ഷെ ഞാൻ ഒരു സൂചന കൊടുത്തിട്ടാണ് ഇറങ്ങിയതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് സൂചനയാണ് കൊടുത്തത്, അത്രയൊക്കെ വേണ്ടിയിരുന്നോ എന്നും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ 22 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ ഞാൻ പറഞ്ഞൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, ആഗ്രയിൽ വെച്ച് ഒരു പട്ടാളക്കാരൻ്റെ കൂടെ ജീവിച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഷോക്കായിട്ടുണ്ട്. ഞാൻ എങ്ങനെ അച്ഛനോട് പറയുമോ, പിന്നെ ഇതെങ്ങനെ ഞാൻ അറിഞ്ഞെന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ, അത്രയൊക്കെ വേണമായിരുന്നു എന്ന് മനു ചോദിക്കുന്നുണ്ട്. അതൊക്കെ വേണമായിരുന്നു, അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നല്ല പോലെ ജീവിക്കുകയുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും അച്ഛൻ്റെ മെക്കിട്ട് കയറും, പ്രശ്നമാവും, പിന്നെ കുടുംബം തകർന്നു പോകും, അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു പേടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടല്ല. അപ്പൊ ഇനി നിന്നോട് അതിനെപ്പറ്റി ചോദിച്ചാൽ നീ എന്ത് പറയുമെന്ന് ചോദിക്കുന്നുണ്ട് മനു.
എന്നോട് ഇനി അതിനെപ്പറ്റി ചോദിച്ചാൽ ഞാൻ പറയും 22 വർഷങ്ങൾക്ക് മുമ്പ് പട്ടാളക്കാരന്റെ കൂടെ ഒരു ജീവിതം ജീവിച്ചില്ലേ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അവിടുന്ന് ഒരു ചോരക്കുഞ്ഞിനെ പ്രസവിച്ചില്ലേ, അവളെയും എനിക്ക് നന്നായിട്ട് അറിയാന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്തായാലും ഇതിങ്ങനെ പറഞ്ഞത് എന്നാ നന്നായി, ഒരു പേടി ഉണ്ടായിക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അച്ഛൻ്റെ മെക്കിട്ട് കയറും, അഹങ്കാരം കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇനി വൈജയ്ക്ക് ഒരു പേടി ഉണ്ടായിരിക്കും. കാരണം ഇതെങ്ങാനും ബാലചന്ദ്രനോട് പറയുമോ, എങ്ങനെ ഇവളെ അറിഞ്ഞ്, ഈ ഒരു സംശയമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഫോണിൽ ഇവർ ബന്ധപ്പെടാനും ചാൻസ് ഉണ്ട്. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ വൈജയ്ക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും മനുവിന് ഭയങ്കര വിഷമമുണ്ട് ഇവളിവിടുന്ന് പോകുന്നതിൽ. പക്ഷെ പോകുന്ന സ്ഥലം എവിടേക്കാണെന്നുള്ളത് അലീനയേക്കാൾ കൂടുതൽ മനുവിന് നന്നായിട്ട് അറിയാം. മനു പറയുന്നുണ്ട്, നീ പോകുന്ന സ്ഥലം നല്ല സ്ഥലമാണ്, അവിടെ നീ നന്നായിട്ടിരിക്കും, നിനക്ക് സുഖമുള്ള സ്ഥലമാണെന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ മനുവേട്ടനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ അറിയാം, അതൊക്കെ ഞാൻ അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ച് അന്വേഷിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് നീ എന്തായാലും അവിടെ പോയി അറിയും, അച്ഛൻ തന്നെ നിന്നോട് പറയും എന്ന് പറയുമ്പോൾ, എന്നാൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ മനു. ഒരു വാക്ക് പോലെ, ഞാൻ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ഒരു തരത്തിലൊരു വാക്ക് പോലെയൊക്കെ കൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ അലീനയ്ക്ക് മനുവിനെയും മനു വിചാരിക്കുന്നതിൻ്റെ അപ്പുറം ഇഷ്ടമാണ്. അവൾ പറയുന്നുണ്ട്, മനുവേട്ടൻ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു സ്ഥാനം ഞാൻ മനുവേട്ടന് മനസ്സിൽ തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എവിടെ പോയാലും ഞാൻ ഒരിക്കലും ഇതൊന്നും ഞാൻ മറക്കില്ല. എൻ്റെ കൂടെ നിന്നത്, എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിന്ന് മനുവേട്ടനാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതൊന്നും മറക്കില്ല എന്ന് പറയുമ്പോൾ, ഓ കടപ്പാടാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മനു. ഈ കടപ്പാടൊന്നുമല്ല, എനിക്ക് അത്ര ഇഷ്ടമാണ്, ഞാൻ എല്ലാവരെക്കാട്ടും കൂടുതൽ ഒരു വലിയ സ്ഥാനം മനുവേട്ടനും തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും ഒരുപാട് ബന്ധങ്ങളുണ്ട്, എനിക്ക് അച്ഛനും അമ്മ എല്ലാവരും കൂടപ്പിറപ്പ് എല്ലാവരും എനിക്ക് ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു സങ്കടപ്പെടണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും അലീനയ്ക്ക് ഇത്രയൊക്കെ നല്ലൊരു ജീവിതം കിട്ടിയതിൽ അവള് തൃപ്തിപ്പെടുന്നുണ്ട്. പിന്നെ വൈജാന്റിയെ കാണേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ ആവശ്യമില്ലായിരുന്നു, ഇതൊക്കെ നിനക്ക് വിഷമം ഉണ്ടാക്കില്ലേ എന്ന് മനു ചോദിക്കുമ്പോൾ, ആവശ്യം ഉണ്ടായിരുന്നു, ഇനി ഒരിക്കലും കാണാൻ പറ്റിയില്ലെങ്കിലോ, അപ്പോൾ അവസാനമായിട്ട് ആ മുഖം ഒന്ന് കാണണം എന്ന് എനിക്ക് തോന്നി, ഒന്നില്ലെങ്കിലും എനിക്ക് ജന്മം തന്ന ആളല്ലേ, അപ്പം ഞാൻ കാണേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. അലീന പോകുന്നതിൽ വിഷമമില്ല എന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് മനു കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അലീന തന്നെ മറക്കുമോ, പഴയ പോലെ സ്നേഹമൊന്നും ഇല്ലാതിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ മനുവിൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും മനു ചെയ്തതൊന്നും അലീന മറക്കാൻ പോകുന്നില്ല. അലീനയ്ക്ക് അത്രമാത്രം മനു വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. എന്തായാലും ജീവിതത്തിൽ ഒരുപാട് ട്രോമകൾ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെയാണ് അലീന. ഇനിയും ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു സംഭവത്തിനൊക്കെ അലീന തരണം ചെയ്യും. കാരണം അത്രമാത്രം ജീവിതത്തിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ, അതായത് കടുത്ത അനുഭവങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇതൊന്നും ഒന്നുമല്ല, ഇതൊക്കെ വെറും ചെറിയ നിസ്സാര കാര്യം എന്ന് തോന്നിപ്പോവും. അത്രമാത്രം അവളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പം ഇനിയും കഥയിൽ എന്തൊക്കെയോ ട്വിസ്റ്റുകൾ നമുക്ക് കാണാൻ കിടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എന്താണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ബൈ.